ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മുടെ ഗഡിയപ്പുറത്തുണ്ട്. ഇന്ന് തിങ്കളാഴ്ച അല്ലേ ഇന്ന്. ആളവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഗഡി അവിടെ വെച്ചേക്കണ ആളിനെ. അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് റൂമിലാണ്, സ്റ്റുഡിയോ റൂമാണ്. ആ റൂമിൽ സ്റ്റുഡിയോ ആണ്, AC ആണ്, അങ്ങനെ കുറച്ച് സവിശേഷതകളുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു കഥ ഓർമ്മ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. എൻ്റെ വീട്ടിലെ ഒരു TV ഉണ്ടായിരുന്നു. ഞാനെല്ലാം ശ്രദ്ധിക്കില്ല. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരു എല്ലി, ഒരു തുരപ്പനാന്നുകൊണ്ട് എല്ലി അങ്ങോട്ട് ഈ എല്ലി TV ചാടി. TV ചാടി നോക്കുമ്പോ ഒരു ഒരു മിനിറ്റ്, ഒരു പത്രാസ് പറയണ ഒരാളുടെ ഒരു രംഗം കേട്ടാ. ഞാൻ പശ്ചാത്തലത്തിൽ നിന്ന് മാറിപ്പോണ്. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. നമ്മളിപ്പോൾ എല്ലാവരും ഈ വേലിമേ കുമ്മായി അടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്രാസ് കാണിക്കാൻ നമ്മുടെ ആളുകൾ മിടുക്കരാ. രണ്ടാം നില വീട്, രണ്ടാം നില വീട് വെച്ചിട്ടാ വണ്ടം വീടിന് ക്യാഷ് ജാതി പോഷ് ലെവലില്. 2 കാറ്, പിന്നെ ഒരു സ്കൂട്ടി, ഒരു എൻഫീൽഡ് എന്നൊക്കെ പറഞ്ഞ ജാതി ഡാവിസ്റ്റാ. ഇതൊക്കെ കടത്തിലാവും. മലയാളീസിന്റെ ഒരു പ്രത്യേകത ആരും കാണാണ്ടിരിക്കരുതട്ടാ. കാരണം വെച്ചാൽ മലയാളീസിനെ എനിക്ക് കുറ്റം പറയാൻ താല്പര്യമില്ല. പക്ഷെ തെക്കൻ ജില്ലയിലേക്കൊക്കെ പോയി ഞാൻ അങ്ങനെയല്ല. ഞാനും നല്ല കടത്തിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാനീ പറയാൻ പോണ കഥയെ ഒന്ന് അനുസ്മരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു TV, എൻ്റെ വീട്ടിലത്തെ വലിയ TV, നമ്മുടെ ഷാർപ്പ് തോംസന്റെ TV, സാംസങ്ങിന്റെ TV മേലേക്ക് ഒരു എല്ലിയ ചാടി. അടിക്കാൻ പറ്റുമോ? ഞാനത് വാട്ടി ചൂലും കെട്ടുകൊണ്ട് അടിക്കാന്ന് എലി ഫ്രിഡ്ജിമിലേക്ക് ചാടി. അടിക്കാൻ പറ്റുമോ? ഫ്രിഡ്ജല്ലേ. വാങ്ങി ചൂലുകൊണ്ട് അടിക്കാൻ നടന്ന പിന്നെ വാഷിംഗ് മെഷീനിലേക്ക് ചാടി. അടിക്കാൻ പറ്റുമോ? അടിക്കാൻ പറ്റില്ല. പിന്നെ ചാടിയത് കമ്പ്യൂട്ടറിന്റെ സെറ്റിരിക്കണ എൻ്റെ അവിടേക്ക് ചാടി ചൂലെടുക്കലും കമ്പ്യൂട്ടറിൽ നിന്ന് പതക്കോന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത്. അത് അറിയാലോ. പിന്നെ അങ്ങനെയുള്ള വീട്ടിലുള്ള എല്ലാ സാധനങ്ങളിലേക്കും എലി ചാടിയ കഥയാണ് ഞാൻ ഇപ്പം ഈ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. ഒരു റൂമ്, ആ റൂമിൽ ഇങ്ങനെ കുറച്ച് ലൈറ്റും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ഓരോ പരിപാടിയായിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വരണോ. അപ്പം നിങ്ങളത് എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം. പലരും പറയുന്നുണ്ട് ചിലപ്പോൾ ഈ പെണ്ണ് കിട്ടാണ്ട് വട്ടായതാവോ എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. പിന്നെ ജീവിച്ചു പോണ്ട. ഈ മണീനെ എപ്പോഴും പറയണ്ടല്ലോ. മണീനെപ്പോഴും പറയുമ്പോഴേ അതൊരു ടൈപ്പായിട്ട് വരിക. പിന്നാൾ ഒരു വയസ്സായിട്ടുള്ള ഒരാൾ കണ്ട പറഞ്ഞു, നീ എപ്പോഴും ഞങ്ങളെ കുറ്റം പറയരുതിട്ടാന്ന്. ഞങ്ങൾ കള്ളൊക്കെ കുടിക്കും, സ്മോളൊക്കെ അടിക്കും. നീ വെറുതെ വന്നിട്ട് ഇങ്ങനെ മദ്യം കഴിക്കരുത്, മദ്യം വിഷമാണ് എന്നൊക്കെ ഒന്നും പറയാൻ നിൽക്കണ്ട. ഞങ്ങൾ കള്ളു കുടിക്കും, ഞങ്ങൾ വെണ്ണ പിടിക്കും, എവിടെ പലതും ചെയ്യും. നീ അതൊന്നും പറയാൻ നിൽക്കണ്ട, വിവരം അറിയുമെന്ന് പറഞ്ഞു.
ഒരു ജാതി ഭീഷണി. നമ്മൾ പിന്നെ അതിന് നിന്നില്ല. നമുക്ക് അങ്ങനെ അലമ്പുണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞാനും പറഞ്ഞോണ്ടില്ല, ചേട്ടാ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമാണ്, ഒരു മിമിക്രി പ്രോഗ്രാമാണ്. ഇതിൽ ഞാനിങ്ങനെ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് ചേട്ടൻ അത്ര കാര്യമാക്കണ്ട. ചേട്ടൻ കള്ളു കുടിച്ചാലും മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അമ്മ, ഞാൻ നന്നായി എനിക്ക് നല്ലതെന്ന് എൻ്റെ വീട്ടുകാർ, എൻ്റെ അമ്മ പറയാറുണ്ട്. നീ നന്നായി നിനക്കാ നല്ലത്, വേറെ ഒരാൾക്കും കൊടുക്കണ്ടേ. നീ പഠിച്ച ഒരു കുഴപ്പമില്ല. ഞാൻ നന്നായില്ല, ഇപ്പം നന്നായി. അപ്പം ഇങ്ങനെയൊക്കെ പോണു. ചേട്ടൻ കുടിച്ചാ ചേട്ടൻ നന്നാവും. മറ്റേ ഇവിടെ ഒന്നും നോക്കല്ല. ഇവിടെ ഒരാൾ മരിച്ചു വെച്ചൊരു ഭൂമി നിൽക്കാനൊന്നും പോണില്ല. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇത് ഏറ്റവും വലിയൊരു വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് 25 കൊല്ലം മുപ്പാട് സോളമൻ അഡാട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി അഡാട്ടുണ്ടായിരുന്നു. അയാൾ ഒരു തികഞ്ഞ ഒരു മിമിക്രിക്കാരനായിരുന്നു. അയാളിൽ നിന്നുള്ള ശബ്ദങ്ങൾ വീണ്ടും കേൾക്കാൻ അയാൾ തന്നെ ആഗ്രഹിച്ച ആ ഒരു കഥയാണ് ഈ കഥ. അപ്പോൾ അയാൾ പണ്ടൊക്കെ ഈ അതിരൂപതയിലൊക്കെ ഫസ്റ്റും സെക്കൻഡൊക്കെ മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ പഞ്ചായത്തിലൊന്നും മിണ്ടാണ്ട് കേട്ടോ, ശല്യക്കേടായി, പഞ്ചായത്തിലൊക്കെ ഫസ്റ്റും സെക്കൻഡൊക്കെ മേടിക്കുമ്പോഴുള്ള ആ ശബ്ദങ്ങൾ ഒന്നും കൂടി ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ആദ്യമായി തൃശ്ശൂർ രാഗത്തിന്റെ കർട്ടൻ പൊന്തുന്ന ശബ്ദം. തൃശ്ശൂർ രാഗം തീറ്റുണ്ട്. കർട്ടൻ പൊന്തി കഴിഞ്ഞു, സിനിമ തുടങ്ങി. വാഴ എന്നാണ് സിനിമയുടെ പേര്. വാഴ. നിന്നേക്കാളും നല്ലതൊരു വാഴ വെച്ച പോരടാന്ന് പറയില്ലേ, ഒരു കൊലയിലും കിട്ടിയനെ. അപ്പോൾ കർട്ടൻ പൊന്തി കഴിഞ്ഞു. അടുത്തതായിട്ട് ഒരു മിണ്ടാണ്ടിക്കടാവ് തൊഴിലുകടാവ് വീട്ടിലൊരു ആകെ ഒരു ഗടിയുള്ളതാ, തിക്കും നിരക്കും വേള, ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. അപ്പം അടുത്തതായിട്ട് ഒരു യമഹ വണ്ടിയും ഒരു ഓട്ടോറിക്ഷയും കൂടി പോകുന്ന ആ ഒരു ശബ്ദം. കുറെ നാളായിട്ട് ശബ്ദങ്ങൾ എടുക്കൽ കുറവാണ്. അപ്പോൾ നിങ്ങൾ സഹകരിച്ചോളട്ടാ. എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ ആൾക്കാരുടെ തെറ്റുകളും കുറ്റങ്ങളും മാത്രം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നോക്കാൻ നമുക്ക് സമയം കിട്ടില്ല. നമ്മൾ പലരെ CCTV വെക്കണത് മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കാണാൻ വേണ്ടിയിട്ടല്ല CCTV വെക്കണം. നമ്മൾ CCTV നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ നോക്കാൻ വേണ്ടി CCTV അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ല. കറണ്ട് പോയി പറഞ്ഞപ്പോൾ നോണ എന്തുകൊണ്ട് സത്യം പറഞ്ഞാലും സാധാരണ കറണ്ട് വരാറ്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ CCTV നമ്മളിലേക്ക് തന്നെ വെക്കുക. അതായത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണാൻ പോകാണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇതായിട്ട് വിചാരിക്കണ്ട കേട്ടാ, നമ്മളൊരു ചെറിയ ചെക്കനാണ്. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ പേടിക്കൊന്നുമില്ല. അപ്പോൾ ഒരു യമഹയും ഒരു കുതിരവണ്ടിയും.
കൈയടിക്കുന്നുണ്ട്. അപ്പം ഇത് 3 ശബ്ദം എടുക്കാറുണ്ട്. ഒരു ഓട്ടോറിക്ഷ അടക്കം എടുക്കാറുണ്ടായിരുന്നു, അങ്ങനെ എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ശബ്ദം കിട്ടുന്നില്ല. അപ്പോൾ പിന്നൊരു മരണകോളം, അടുത്തതായിട്ട് ശബ്ദങ്ങൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ വീട്ടിൽ കിടന്ന് ഓളിടുമ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തും വീട്ടുകാർ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെന്താ നീ വീട്ടില് വെറുതെ കിടന്ന് ഓളിയിടുന്ന, നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലോ. അല്ല, അവർക്ക് അതൊരു രസം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഈ ആരാൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അത് നമ്മൾ മൈൻഡാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ യാത്രയായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഓക്കെ ഗൈസ്, കൂടെ ഉണ്ടാവണം. ഓണത്തിനിടയ്ക്ക് ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന ദിലീപിൻ്റെ അവിടെ, ഇപ്പോൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പം ഇനിയും പല ശബ്ദങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇന്നൊരു പ്രത്യേക ശബ്ദം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. 1, 2, 3 ശബ്ദം. കറണ്ട് പോയ കാരണം ഇതിൽ എനിക്ക് കാണാനില്ല എഴുതി വെച്ചിട്ടുള്ളത്. കറണ്ട് വന്നുണ്ടാവും. അപ്പോൾ കറണ്ട് വരുന്നുണ്ട് കേട്ടോ, പറയുമ്പോൾ കറണ്ട് വരുന്നുണ്ട്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ കറണ്ട് വരുന്നുണ്ട്. താങ്ക് യു ഗോഡ്, നന്ദിയുണ്ട്. അപ്പോൾ ശ്രീ നരേന്ദ്രപ്രസാദാണ് വരുന്നത്. നരേന്ദ്രപ്രസാദ്. അല്ലൊരു കാര്യം ചെയ്യാം, നമുക്ക് മണിച്ചിത്രത്താഴത്തിലത്തെ ഒരു രംഗം കഴിഞ്ഞിട്ടാവാം. കറണ്ട് വന്ന കാരണം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഒരു വലിയൊരു രംഗം നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ, അതിലെ കുറച്ച് കഥാപാത്രങ്ങൾ വന്ന് പോകുന്നതാണ്. അതെന്റെ ഭാവനയിൽ എങ്ങനെ നോക്കും. മോഹൻലാല് ഒരു മാന്ത്രികനായിട്ട് വരുന്നു. ഇതാണോ മാടമ്പള്ളിയിലെ? ഇതാണോ മാടമ്പള്ളിയിലെ? ഇതാണോ നമ്മുടെ മാടമ്പള്ളിയിലെ യക്ഷീൻ്റെ എന്ന് പറഞ്ഞ സ്ഥലം? വീണ്ടും മുന്നേറ. ഇതാണോ നമ്മുടെ മാടമ്പള്ളിയിലെ യക്ഷി എന്ന് പറഞ്ഞ? അയാളുടെ ഒരു സാമ്യമായിട്ടുള്ള ഒരു തിലകൻ രംഗപ്രവേശനം ചെയ്യുന്നു. ഇയാളെ ഞാൻ എവിടെയോ ഭയങ്കര കണ്ടുപരിചയമുണ്ടല്ലോ. താൻ പണ്ട് എടാ സണ്ണി കുട്ട, നീ ഇവനാള് കേമനാട്ടോ. ഇവൻ ബ്രാട്ട്ലിയുടെ 2-3 പ്രബന്ധങ്ങൾ എഴുതിയിട്ടുള്ളതാ. എടാ സണ്ണി കുട്ട, നീയാള് വലിയ പുള്ളിയാട്ടോ. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്തിനാടാ എന്നെ വിളിച്ചേ? എന്താടോ, കണ്ടിട്ട് എത്ര നാളായി? ശ്രീ സുരേഷ് ഗോപി, എനിക്കെന്റെ ഗംഗയെ വേണം. നീ അമേരിക്കയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ റഷ്യയിലോ എവിടെ പോയാലും എനിക്കെന്റെ ഗംഗയെ വേണം. മറ്റുള്ള വിട്ടുകൊടുക്കില്ലടാ ഞാൻ അവളെ. നിനക്കറിയില്ല. എന്താ ചെയ്യാ മോനെ ദിനേശ, ഞാൻ പല രീതികളിൽ ഞാൻ ഗംഗയെ നോക്കിയിരുന്നു. പല സൈക്കോളജിസ്റ്റുകളും തോറ്റ സ്ഥലങ്ങളിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്.
അവളെ അവളുടെ പല രീതികൾ, അവളുടെ ചിലങ്ക അവിടെ നിന്ന് കണ്ടുപോയപ്പോഴേ എനിക്ക് തോന്നി ഞാൻ അവളുടെ പൂർവ്വകാല ബാല്യങ്ങളിലേക്ക് പോയിരുന്നു. കിണ്ടി കിണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാണാൻ പറ്റില്ല. അതോ ഞാനത് ഉള്ളിലേക്ക് കയറി എന്താ സ്ട്രക്ചറല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആ സമയങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം ഇതായിരുന്നു. അവളിൽ ഡബിൾ പേഴ്സണാലിറ്റി അഥവാ ദ്വന്ദ്വ വ്യക്തിത്വം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളിൽ രണ്ട് ഗുണങ്ങൾ കാണുക, അത് വളരെ അപൂർവമാണ്. അവൾക്ക് എന്തെങ്കിലും ചെറുപ്പകാലങ്ങളിലെ വേറെ എന്തെങ്കിലും വിഷമങ്ങളോ അങ്ങനെയൊക്കെ ആവാം. നിന്റെ ഗംഗ ഞാൻ തിരിച്ചു തരും. അത് ഞാൻ എൻ്റെ വാക്കാണ്. ശ്രീദേവിയിൽ കണ്ട ഗംഗയല്ല, ഗംഗയിൽ കണ്ട ഗംഗ. നിനക്കറിയില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കണേ. എന്താ ചെയ്യാ? ശ്രീ നെടുമുടി വീണു. എന്താ ചെയ്യ? ഈ ഇല്ലത്ത് ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് നിങ്ങൾ കരുതിയില്ല. ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ വന്നു എന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ എന്താ ചെയ്യ? അല്ല, എന്തെങ്കിലും ഒരു പരിഹാരം പറ്റുമോ? ഈ പടത്തിൽ തന്നെ ശ്രീ ഇന്നസെന്റ് കോട്ടയിൽ എന്നോട് വേണ്ടട്ടാ, എന്റെ കൈ മുട്ടി ഇങ്ങോട്ട് നോക്കി നോക്കി. ഇത് ഞാനിങ്ങനെ അന്നൊക്കെ ഒരൊറ്റ ടൈക്കിൽ എടുക്കാറുണ്ട്, ഒരൊറ്റ ശബ്ദത്തിൽ ഇങ്ങനെ പരിചയപ്പെടുത്താതെ എടുക്കാറുണ്ട്. ഇങ്ങോട്ട് നോക്കി. ഇപ്പൊ ശബ്ദം ശരിക്ക് ഇതിലൊരു പിടുത്തം വരുന്നുണ്ട്. അപ്പൊ ഞാൻ സമയം കുറച്ചായി, അപ്പോൾ അടുത്ത സമയത്ത് ഇനി കാണാം. അപ്പം ഇനി നരേന്ദ്രപ്രസാദ് അതുപോലെ കുറച്ച് നടന്മാരും കൂടി ഇനി വരുന്നുണ്ട്. എന്തായാലും പ്രസാദിൻ്റെയും കൂടി പറയാം. വേണ്ട, മാധവൻ അല്ലേ? എനിക്കറിയാം, ഞാൻ എന്നേ പറഞ്ഞതാ. അപ്പോൾ നീ വഴിതെറ്റി വന്നതല്ല അല്ലേ? എന്താ ഇനി ഇന്ത്യ ചോടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? വേണ്ട.